നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന എന്നാൽ നമ്മൾ അധികമാരും കഴിക്കാത്ത ഒരു സൂപ്പർ ഫുഡ് ഉണ്ട്, വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടിക്കില്ലേ നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. പോരാത്തതിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മിനറൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ അലിയിച്ച് മൂത്രത്തിലൂടെ കളയാൻ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് കേട്ടോ ഈ വാഴപ്പിണ്ടി. ഇന്ന് അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? തലേ ദിവസം കുതിർത്തി വെച്ച ചെറുപയർ നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വേവിക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിലൊന്നും അടിക്കണ്ട, 1-2 വിസിൽ മതി. കുഴഞ്ഞു പോവാതെ നോക്കണം ചെറുപയർ. ഞാൻ 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കുക്കറിലിട്ടതിന് ശേഷം. പാകത്തിന് വെള്ളം പാർന്ന് ഉപ്പിട്ടിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചു. 2 വിസിൽ അടിച്ചു. ഇനി എയർ പോവാൻ വെയിറ്റ് ചെയ്യാം. ആ എയർ പോകുന്ന ടൈമിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ ചിരകിയത്, എരിവിനുള്ള പച്ചമുളക്, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ കറിവേപ്പിലയും. നന്നായിട്ട് അരയ്ക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയായിരിക്കും ടേസ്റ്റ്. ഇനി വറുത്തെടുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സവോള ചെറുതാക്കി അരിയാം. പിന്നെ കറിവേപ്പില. നമ്മൾ അരപ്പിൽ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ചെറിയൊരു എരിവുണ്ടായിരിക്കും. ഞങ്ങളിവിടെ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ടീംസാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് അരിമുളക് എടുക്കുന്നുണ്ട്. പിന്നെ അരിമുളക് ഇടുന്നത് കൊണ്ട് തന്നെ അതിന് വേറൊരു സ്മെല്ലും വേറൊരു ടേസ്റ്റുമാണ്, അതുകൊണ്ട് അരിമുളക് തന്നെ എടുക്കാൻ നോക്കുക. ഇനി എല്ലാ ഐറ്റംസും ഞങ്ങൾ ചട്ടിയുടെ അപ്പുറത്തുപ്പുറത്തൊക്കെ നിരത്തി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ്. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഓയിൽ ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് കഴുകി കുളിക്കായി മനസ്സിലായി. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കടുകിടാം, അരിമുളക് ഇടാം, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, സവോള എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് പോയിട്ടേ ആ പൊള്ളിയ ഭാഗത്ത് കുറച്ച് സിൽവർ നൈട്രേറ്റൊക്കെ തേക്കാം, അല്ലെങ്കിൽ നാളേക്ക് ഗൈസ് പൊള്ളം വരികയെ. തേച്ച് പിടിപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ സാധനം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വാഴപ്പിണ്ടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനകത്തേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന്നൊരു നീരിങ്ങനെ വലിഞ്ഞോണ്ടേയിരിക്കും, അതിൽ കടന്നിട്ട് അത് വെന്തോളും. പിന്നെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് കരിക്കും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ടും അടച്ച് വെച്ചിട്ട് കുറച്ചേരം കൂടി വേവിച്ച ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചെറുപയറും കൂടെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അതിൻ്റെ വെള്ളം ആഡ് ചെയ്യണ്ട. നമ്മുടെ തോരനില്ലേ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിൻ്റെ സ്മെല്ല് വേറൊരു ഫീലാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കഴിക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.